പ്രജിനെ, ഒരു കാര്യം കൂടി, ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഭക്ഷണം ഗംഭീരമാണ്, കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാകുന്നുണ്ടെന്ന്. അദ്ദേഹം കുറെ കുട്ടികളോടൊക്കെ സംസാരിച്ചു, ഭക്ഷണം കഴിക്കുന്ന ഒരു പടവും അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പഴയിടത്തിൻ്റെ ഭക്ഷണശാലയിലായിരിക്കും നിങ്ങളൊക്കെ ഈ പറയുന്ന ഭക്ഷണത്തിനൊക്കെ പോകുക. അപ്പോൾ അവിടുത്തെ ഭക്ഷണ വിശേഷങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതെ, ഭക്ഷണപ്രിയനായ വിജയകുമാർ ചോദിക്കുന്നത് എനിക്കറിയാം. വിജയകുമാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇന്നലെ ഉണ്ടായിരുന്ന മില്ലറ്റ് ദോശ. അത് നവധാന്യങ്ങൾ കൊണ്ടുള്ള ദോശ. അത് കാണാനും ഒരു ബ്രൗൺ കളർ, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ എറണാകുളത്തുള്ള ഒരു ചേച്ചിയാണ്, ആ കുടുംബവുമാണ് അത് ഉണ്ടാക്കിയത്. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ്. ഹെൽത്തി ഫുഡ്. പഴയിടത്തിന്റെ കല്ല് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ചക്കപ്പായസമായിരുന്നു, ഇന്ന് അടപ്രഥമനായിരുന്നു, ഇന്ന് രാവിലെ SKN സംഘവും നമ്മളൊക്കെ കൂടിയാണ് അങ്ങോട്ട് പോയത്. അവിടെ പഴയിടത്തെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അപ്പൊ എല്ലാ ദിവസവും വ്യത്യസ്ത ഇനങ്ങളുണ്ട്, വിഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി ആ സമയത്ത് എത്തുകയും ചെയ്തു. അതെ അതെ അതെ. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുന്നു, എല്ലാവരെയും ഊട്ടുന്നു. എത്രയാണെങ്കിലും അവസാനത്തെ ആളും കഴിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ഈ ആൾക്കൂട്ടത്തെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് തോന്നുന്നു. അത്രയും ജനസാഗരാണ് ഇവിടെ. ഈ രാത്രി ആയിട്ടും നോക്കൂ, അങ്ങോട്ടേക്ക് ഒന്ന് നോക്കൂ. ആ കാഴ്ചകളിൽ നമുക്ക് അവസാനിപ്പിക്കാന്നാ തോന്നുന്നത്. അത് ഒരു പൂരപ്പറമ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ. പ്രജിനും സ്മിതയും സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ പൂരത്തിലെ കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന അത്രയും വലിയ ആൾക്കൂട്ടം അവിടെ കലോത്സവ വേദിയിൽ ഒരു പൂരപ്പറമ്പായി മാറ്റിയിട്ടുണ്ട്. തൃശ്ശൂരിലെ കലാ ആസ്വാദകർക്ക് എല്ലാ തരത്തിലും ആസ്വദിക്കാൻ കഴിയുന്ന കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് എല്ലാ വേദികളും. ഇന്നൊക്കെ ജനപ്രിയ ഇനങ്ങൾ തന്നെയായിരുന്നു മുഴുവൻ വേദികളിലും. ഒപ്പന ഉൾപ്പെടെ, നാടകം ഉൾപ്പെടെ, മിമിക്രി ഉൾപ്പെടെയുള്ള ഇനങ്ങൾ ഉണ്ടായിരുന്നു. നാളെയും തുടരും. അപ്പോൾ ജനകീയ പങ്കാളിത്തം കൊണ്ട് ആ കലോത്സവം ആദ്യത്തെ 2 ദിവസം, രണ്ടാം ദിവസം ആകുമ്പോഴേക്കും തന്നെ അത് ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് പ്രജിനും സ്മിതയും ആ കലോത്സവ വേദിയിൽ നിന്ന് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.